ഞങ്ങൾ ക്ഷണിക്കുകയാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ടത് ഉയർത്തെഴുന്നേറ്റതാകുന്ന നസ്രയനാകുന്ന യേശു അത്രേ ഞങ്ങളുടെ സുവിശേഷം. ഇതാണ് ലോകത്തിന്റെ പാവത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ ലോകം പാവത്തിൻ്റെതാകുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ വേണം. ഭവനങ്ങളിലായിരുന്നാലും നമ്മുടെ ചുറ്റുപാടുകളിലായിരുന്നാലും ആരോട് സ്നേഹമോ സന്തോഷമോ ഒന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ കഴിയാത്ത ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നാം എത്തപ്പെട്ടിരിക്കുകയാണ്. ലോകം അതിന്റെ അന്ത്യഭോഗം എത്തിയിരിക്കുന്ന വിശുദ്ധ ബൈബിൾ നമ്മെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെതാകുന്ന തത്വജ്ഞാനികൾക്കും ശ്രേഷ്ഠരാകുന്ന പ്രിയപ്പെട്ടവർക്കൊന്നും പിടിച്ചു നിർത്തുവാൻ കഴിയാത്തതാകുന്ന പാവം മദ്യത്തിലൂടെയും മയക്കുമരുന്നിലൂടെയും ലഹരി പദാർത്ഥങ്ങളിലൂടെ അനേക കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ പറയുന്നതാകുന്ന വാക്കുകളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ പാവം എത്ര കടുംചുമപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിയുന്ന സാധനമുണ്ടെങ്കിൽ, ഉലകത്തിൽ ഒരു സാധനമുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്നതാകുന്ന യേശു ക്രിസ്തുവാണ്. നമുക്ക് ഈ ലോകത്തിൽ രക്ഷ നൽകുവാനും ഈ ലോകത്തിൽ സമാധാനം നൽകുവാനും പലയിടങ്ങളിൽ നമ്മൾ കടന്നു പോകാറുണ്ട്. നേർച്ച കാഴ്ചകൾ, വഴിപാടുകൾ, കർമ്മങ്ങൾ, മറ്റെല്ലാം നമ്മൾ ചെയ്തിട്ടും ഇന്ന് നമുക്ക് നമ്മുടെ മോക്ഷം നമുക്ക് ലഭിക്കുവാൻ കഴിയുന്നില്ല. പാവത്തിൽ നിന്നുള്ള മോക്ഷം നമുക്ക് ലഭിക്കുവാൻ കഴിയുന്നില്ല. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ നമുക്ക് വേണ്ടി കാൽവരി യാഗമായ നസ്രയനാകുന്ന യേശു കർത്താവിലൂടെ ആ 33 തിരുവയസ്സിൽ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടതാകുന്ന ആ പുണ്യാള രക്തത്തിലൂടെ അല്ലാതെ ഒരു രക്ഷയും നമുക്കില്ലെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടേ